ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ് തലക്കാടൻ. ഞാനിന്നിവിടെ കുക്ക് ചെയ്യാൻ പോകുന്നത് ബീഫും കൂർക്കയും കൂടിയും വറുത്തരച്ച് വയ്ക്കാം. അതിനാവശ്യമായിട്ട് ഞാൻ 1 കിലോ ബീഫ് നുറുക്കിയതെടുത്തിട്ടുണ്ട്. 1 കിലോ കൂർക്കയും ഉണ്ട്. കൂർക്ക ഒന്ന് തൊലിയൊക്കെ ശരിക്കും കളഞ്ഞ് കഴുകിയെടുത്ത് നമുക്ക് കുക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ, ഞാൻ ഈ കൂർക്കയും ഇറച്ചിയും കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കാൻ പോകുന്നത്. ഒരു കുക്കറിലേക്ക് ഈ കൂർക്ക കഴുകി അരിഞ്ഞ് റെഡിയാക്കിയത് ഞാനത് ഇതിനകത്തേക്ക് ഇടുകയാണ്. അതിനോടൊപ്പം തന്നെ ഇറച്ചിയും അതിൻ്റെ കൂടെ തന്നെ ഇടുന്നത്. പിന്നെ അതിനാവശ്യമായിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ ചിരണ്ടിയത് അത് വറുത്തെടുത്തിട്ട് ഇതിനകത്ത് അരച്ച് ചേർക്കാനുള്ളതാണ്. പിന്നെ അതിനാവശ്യമായിട്ട് ഞാനൊരു 3 വലിയ സവാള, പിന്നെ ഒരു 4 പച്ചമുളക്, വേപ്പില, ഇത്രയും ഒരു വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി 2 വലിയ കഷ്ണം, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബാക്കി പൊടികൾ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിച്ചു തരാം. ഇറച്ചിയും കുറുക്കയും കൂടി വേവിക്കാനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചതച്ച് വെച്ച ഒരു 5 തോളം വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു സവാള ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ കുറച്ച് ഇഞ്ചി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. കുറച്ച് വേപ്പില ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കറി മസാല, 1/2 സ്പൂണ് കാശ്മീരി ചില്ലി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ചേർത്ത് ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ തിരുമ്മി മിക്സ് ചെയ്തിട്ട് ഇത് കുക്കറിൽ വയ്ക്കുകയാണ്. അങ്ങനെ കുക്കറിൽ വെച്ച് ഇറച്ചി കൂർക്കയും വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പാൻ വച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് അതിനുശേഷം അതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇടുക, വെളുത്തുള്ളി ഇടുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. പച്ചമുളകും അത്യാവശ്യം വേപ്പിലയും കുറച്ച് എല്ലാ ഐറ്റംസും ഞാൻ ആദ്യം കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻ ഒന്ന് ബ്രൗൺ കളറിലായതിനു ശേഷം അതിനകത്തേക്ക് ഇൻഗ്രീഡിയൻസ് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇറച്ചി കൂർക്കയും വേവിക്കാൻ വെച്ചതായിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വറുത്ത് ചേർന്ന് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഓണിയൻ ഇതിൻ്റെ സവാള റോസ്റ്റ് ചെയ്യാനുള്ള ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 4 സ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇതിനകത്തേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കാശ്മീരി ചില്ലി. കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ. ഞാൻ മുളക് കുറച്ച് ചേർക്കുന്നതാണ്. 1/2 സ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അതിൻ്റെ മസാലയൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇറച്ചിയും കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കാം.
ഇറച്ചിയും കൂർക്കയും ആഡ് ചെയ്ത് ഞാൻ അതിനകത്തേക്ക് അരച്ച് വെച്ച തേങ്ങ വറുത്തരച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് പൊടിക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനകത്തൊന്ന് ഇളക്കി കൊടുക്കും. വെച്ച് ഗ്രേവിയും കിട്ടും. ഇനി ഗ്രേവി വേണ്ടാത്തവർക്ക് വെള്ളം ഒഴിക്കേണ്ട കേട്ടോ, തിക്കായിട്ട് എടുക്കണമെങ്കിൽ എടുക്കാം. പൊടിക്ക് ഗ്രേവിയിലെടുക്കുകയാണ്, അതുകൊണ്ടാണ് പൊടിക്ക് വെള്ളം ചേർക്കുന്നത്.